ശരവണഭവായ നമഃ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ വാഴമുട്ടം പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 2024 നവംബർ 2 മുതൽ 7 വരെ നടന്ന സ്കന്ദഷഷ്ഠി മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായ ഷഷ്ഠി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്രാചാരങ്ങളുടെയും മറ്റും പ്രസക്ത ഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം. 100 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പൂർവികരുടെ കാലത്ത്, ഈ ദേശം മുഴുവൻ വൻ പകർച്ചവ്യാധികളായ വസൂരിയും കോളറയും പിടിപെട്ടു. ഇന്നത്തെ പോലെ പ്രതിരോധ ഔഷധങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടമായിരുന്നു അന്ന്. ഈ പ്രദേശത്തെ മുതിർന്ന ആളുകൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ചിത്രം വെച്ച് പുരകെട്ടി സുബ്രഹ്മണ്യ ഭജന പാടുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മഹർഷി വന്ന് മന്ത്രിക്കും പോലെ അവർക്ക് തോന്നി. ഈ അമ്പലത്തിൻ്റെ അവകാശികളെല്ലാം അന്ന് 2 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു താമസം. ഭഗവാന്റെ ഈ ചിത്രവും കൊണ്ട് അവർ എല്ലാ വീടുകളിലും പോയി ഭജന പാടിയിരുന്നു. ഊരു ഭജന എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഈ പ്രദേശത്തെ മുഴുവനും പിടിച്ചുലച്ച ആ മഹാമാരി ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ കൃപയാൽ അപ്രത്യക്ഷമായി. അതിൻ്റെ ഭാഗമായി ഇന്നും ഈ ദേശത്ത് വൃശ്ചിക മാസത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഊരു ഭജന നടന്നു വരുന്നു. ഈ ദേശം ഒരു ദ്വീപായിരുന്നു. പടിഞ്ഞാറ് അറേബ്യൻ കടലും കിഴക്ക് കരമനയാറുമാണ്. ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെ പനത്തുറ എന്നാണ് അറിയപ്പെടുന്നത്. പൂന്തുറ പൊഴിയുടെയും കോവളം സമുദ്ര ബീച്ചിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണിത്. കാലക്രമേണ കാലവർഷത്തിലുള്ള കടലാക്രമണത്തിലുണ്ടായ കടലേറ്റത്തിൻ്റെ ഭാഗമായി ചുറ്റപ്പെട്ടിരുന്ന കരമനയാറ് മൂടി ഇപ്പോൾ കര ഒന്നായി കിടക്കുകയാണ്. നദിയുടെ കുറച്ച് ഭാഗം മാത്രം ഇപ്പോഴും ക്ഷേത്രത്തിന് പുറകുവശത്തായി കാണാവുന്നതാണ്. തീരദേശ ഭംഗിയാർന്ന ഈ ദേശത്തിൻ്റെ ദേശദേവനായി പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വിരാജിക്കുന്നു. ഇവിടെ സ്കന്ദഷഷ്ഠി ആചരിക്കുവാൻ ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ധീവര സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളായ മത്സ്യത്തൊഴിലാളികളും കയർ നിർമ്മാണ തൊഴിലാളികളുമാണ് ഈ ദേശത്ത് ഉണ്ടായിരുന്നത്. മത്സ്യത്തൊഴിലാളികൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതവും കയർ നിർമ്മാണ തൊഴിലാളികൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതവും ചേർത്ത് ഭജനപുരയിൽ നിന്നും പുതിയ ക്ഷേത്രത്തിനുള്ള തുടക്കം കുറിച്ചു. മുൻകാല ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്ററിലധികം പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. ആ അമ്പലം കടലാക്രമണത്താൽ നഷ്ടപ്പെട്ടു. തീരശോഷണം വരുന്നതനുസരിച്ച് ഇന്ന് കാണുന്നത് 3ാമത്തെ അമ്പലമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സജീവ സാന്നിധ്യവുമുണ്ട്. ഭഗവാൻ ഇവിടെ പടിഞ്ഞാറ് സമുദ്രദർശിയായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രം പടിഞ്ഞാറേ തിരുച്ചെന്തൂർ എന്നാണ് അറിയപ്പെടുന്നത്. തിരുച്ചെന്തൂർ കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് മുന്നിൽ പ്രൗഢഗംഭീരമായി തലയുയർത്തി നിൽക്കുന്ന കൊടിമരം കാണാം. പ്രധാന മൂർത്തിയായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പുറമെ ശ്രീ മഹാഗണപതിയെയും ശ്രീ ധർമ്മശാസ്താവിനെയും പുറത്ത് നാഗദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രഹ്മരക്ഷസും യോഗീശ്വരനും ക്ഷേത്രസ്ഥാനികളായി നിലകൊള്ളുന്നു. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കാവടി ഘോഷയാത്ര നടക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള കിഴക്കേക്കോട്ട പുത്തൻചന്ത ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പറവക്കാവടി മുതൽ വിവിധ തരത്തിലുള്ള കാവടികളും വാദ്യമേളങ്ങളും ഫ്ലോട്ടുകളും ആനപ്പുറത്ത് എഴുന്നള്ളത്തുമായിട്ടുള്ള കാവടി ഘോഷയാത്ര കമലേശ്വരം കഴിഞ്ഞാൽ റോഡിനിരുവശത്തുമായി ധാരാളം തട്ടനിവേദ്യവുമായി തമ്പാനൂർ, കിഴക്കേക്കോട്ട, തിരുവല്ലം, വാഴമുട്ടം, പനത്തുറ സർവീസ് റോഡ് വഴി തിരികെ രാത്രിയിൽ ഈ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് പിറ്റേ ദിവസം ഉത്സവ ആരംഭം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ് ചടങ്ങ് നടക്കുന്നു. കാവടി ഭക്തർ കാവടിക്ക് കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി കഴിയുവാനുള്ള താവളങ്ങൾ ക്ഷേത്രം ഒരുക്കിക്കൊടുക്കുന്നു. കൂടാതെ കാവടി എടുക്കുന്ന കുട്ടികൾക്കും അമ്മമാരോടൊപ്പം ഇവിടെ കഴിയുവാനുള്ള പ്രത്യേക സൗകര്യവും ക്ഷേത്രം ഇവിടെ ഒരുക്കിക്കൊടുക്കുന്നു. 2025 ഉത്സവം ഫെബ്രുവരി 3 മുതൽ 12 വരെയാണ് നടക്കുന്നത്.
മകരത്തിലെ അശ്വതി നാളിൽ കൊടിയേറി മകം നാളിൽ കൊടിയിറക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. 5ാം ഉത്സവത്തിന് രാവിലെ പൊങ്കാലയും 7ാം ഉത്സവ ദിവസം രാത്രി ക്ഷേത്രപ്പുറം മതിലിനകത്ത് ഭഗവാനെ ശപ്രത്തിൽ എഴുന്നള്ളിച്ച് 3 പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങും ഇവിടെ നടക്കുന്നു. 9ാം ഉത്സവത്തിന് രാത്രി പള്ളിവേട്ടയും 10ാം ഉത്സവത്തിന് കൊടിയിറക്കി കഴിഞ്ഞാൽ പിന്നെ സമുദ്രത്തിൽ ഭഗവാന്റെ തിരുആറാട്ടും നടക്കുന്നു. 13ാം തീയതി രാവിലെ ചെറിയ കുട്ടികൾ എടുക്കുന്ന പാൽക്കാവടി തോട്ടുമുക്ക് ജംഗ്ഷനിൽ നിന്നും തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അന്ന് രാത്രി തന്നെ അഗ്നിക്കാവടിക്കാർ വേൽകുത്തി പാച്ചല്ലൂർ കുളത്തിൻകര ദേവീ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അഗ്നിക്കാവടിയും നടത്തുന്നു. ഉത്സവ നാളുകളിൽ 10 ദിവസവും 3 നേരവും ഇവിടെ അന്നദാനം നടക്കുന്നു. ഏകദേശം 5000-ൽ പരം ഭക്തജനങ്ങൾ ഭഗവാന്റെ അന്നദാനത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇവിടത്തെ പ്രധാന അഭിഷേകം പഞ്ചാമൃതമാണ്. പഴനിയിൽ നടക്കുന്നത് പോലെ ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് തല മുണ്ടനം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള സൗകര്യവുമുണ്ട്. മറ്റൊരിടത്തും കാണുവാൻ കഴിയാത്ത രീതിയിലാണ് ഷഷ്ഠി എടുക്കുന്നവർ ഇവിടെ തട്ടനിവേദ്യം നടത്തുന്നത്. തട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ കാവ്യമുണ്ട് ഭക്തജനങ്ങൾ ഭഗവാന് ചാർത്തുവാനായി സമർപ്പിക്കുന്നു. കാര്യസിദ്ധി പൂജയ്ക്കായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. ഭക്തർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നടത്തി കൊടുക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും നട തുറക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. ഈ ക്ഷേത്രത്തിലെ തന്ത്രസ്ഥാനം വഹിക്കുന്നത് ബ്രഹ്മശ്രീ ഗോവിന്ദൻ പോറ്റി അവർകൾ പെരിയമ്മന ഇല്ല. മേൽശാന്തി ശ്രീ ഹരിഹര ശർമ്മ അവർകൾ ആറ്റൂർ മഠം കല്ലമ്പള്ളി മന. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ട വഴികൾ: തമ്പാനൂരിൽ നിന്നും 12 കിലോമീറ്റർ ദൂരം തെക്കോട്ട് കോവളം റൂട്ടിൽ പാച്ചല്ലൂർ ഹൈവേ വഴി സഞ്ചരിച്ച പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ബാലരാമപുരത്തു നിന്നും 18 കിലോമീറ്റർ ദൂരം കോവളം വാഴമുട്ടം ജംഗ്ഷൻ വഴി സഞ്ചരിച്ച പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ക്ഷേത്ര മേൽവിലാസം: പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാച്ചല്ലൂർ PO. ക്ഷേത്രവുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9495581140. ഹരിപ്രിയ പ്രൊഡക്ഷൻസ് തയ്യാറാക്കിയ പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ക്ഷേത്ര പുരോഗതിക്കായി നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും ഷെയർ ചെയ്ത് ഈ പരിപാവനമായ ക്ഷേത്രത്തിൻ്റെ യശസ്സും കീർത്തിയും വർദ്ധിപ്പിക്കുകയും വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹ കൃപാ കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ 1ഉം 2ഉം ഭാഗങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ 2ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.